യശ്വിത തുടരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദിനേശ് പെരുമണ്ണ, സാധാരണക്കാർ, പാവപ്പെട്ട ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് എത്രമാത്രം ഗുരുതരമാണ്? സർക്കാർ ഇതിൽ എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഞാൻ DCC ജനറൽ സെക്രട്ടറിയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഏറ്റവും പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും ജനങ്ങൾ? ഇപ്പോ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ തീരദേശ മേഖലയിലെ പാവപ്പെട്ട രോഗികളടക്കമുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടെ പോകുന്നവർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോൾ ഇൻഷുറൻസ് RSBY എന്ന് പറയുന്ന ഇൻഷുറൻസിന്റെ സൗകര്യം ലഭ്യമാണ്. എന്നാൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ ഇൻഷുറൻസ് ലഭിക്കില്ല. അപ്പൊ പാവപ്പെട്ടവൻ ആശ്രയിക്കാനുള്ളത് ഇവിടെ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ഇത്തരം ജനറൽ ആശുപത്രികളുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കറിയാം ആൻജിയോപ്ലാസ്റ്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങുകയുണ്ടായിട്ടുണ്ട്. സ്റ്റഡ് അടക്കം വിതരണം ചെയ്യുന്നത് അവിടെ കോടികൾ കുടിശ്ശികയായപ്പോൾ കമ്പനികൾ നിർത്തിവെച്ചു. അവിടെ സമരം നടത്തിയാണ്. കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവൻ അടക്കം ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിക്കൊണ്ടാണ് അവിടെ അത് പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലും ഇവിടെ ഈ സർജറി അടക്കം മുടങ്ങുന്നു. സ്റ്റഡ് അടക്കം ഉള്ളത് അനുവദിക്കപ്പെടാത്തത് കൊണ്ട് മരുന്ന് കമ്പനികൾ കോടികൾ അവർക്ക് കിട്ടാനുള്ളത് കൊണ്ട് നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും അനിവാര്യമായ അടിയന്തരമായി നിർവഹിക്കപ്പെടേണ്ട ഈ ചുമതല നിർവഹിക്കുന്നതിൽ ഈ ആരോഗ്യ വകുപ്പ് പരാജയപ്പെടുകയാണ്. ഈ സർക്കാർ പരാജയപ്പെടുകയാണ്. ഇത്തരം ഒരു വകുപ്പിൻ കീഴിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന ആശുപത്രികളല്ലേ? ഇത് കോവിഡ് അനന്തര കാലഘട്ടമാണ്. കോവിഡ് സമയത്ത് നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോവിഡ് സമയത്ത് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികൾ കോവിഡ് സെന്ററുകളാക്കി മാറ്റിയപ്പോൾ ഇത്തരം ജനറൽ ആശുപത്രികളും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളും മറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും എല്ലാം തന്നെ അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അതിലേക്ക് കൂടുതൽ ജനങ്ങളെ എത്തിച്ചേരുമ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയും. ഇവിടെ അങ്ങനെ എത്തിച്ചേരുന്ന രോഗികളാണ് ബീച്ച് ആശുപത്രിയിലുള്ളത്. ആ ഹൃദ്രോഗികൾക്ക് സ്റ്റഡ് അനുവദിക്കുന്നത് പോലും ഈ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം? സർക്കാർ ഇടപെടണം. തീർച്ചയായും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാണ് ദിനേശ് പെരുമണ്ണ പറയുന്നത്. ഷിത ജഗത് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിത, ഈ ഹൃദ്രോഗം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അടിയന്തരമായി ചികിത്സ വേണ്ട വിഷയമാണ്. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലെ സ്ഥിതി എന്താണ്? അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടോ? നേരത്തെ അവിടെയും ഇതേപോലെ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്, കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് വിതരണക്കാർ പരാതിപ്പെട്ടിരുന്നു. എന്താണ് സ്ഥിതി? ഒപ്പം ഈ വിഷയത്തിൽ, ഈ ബീച്ച് ആശുപത്രിയിലെ വിഷയത്തിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? രേഷ്മ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേ രീതിയിൽ തന്നെ ഈ വിതരണം നിർത്തിയിരുന്നു വിതരണക്കാർ. അവർക്ക് കോടികളാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാത്തലാബിൽ നിന്നും പിന്നീട് ഒരു ദിവസം നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശസ്ത്രക്രിയ മാറ്റിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ പ്രകാരം ചർച്ച നടത്തിക്കൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മുഴുവനായിട്ട് അവർക്ക് കുടിശ്ശിക കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് വിതരണക്കാർ അവിടെ കുറച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തടസ്സങ്ങളില്ലാതെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പോകുന്നുണ്ട്. പക്ഷേ ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ബീച്ച് ആശുപത്രിയിൽ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, അത് ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിതരണക്കാരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. അതാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 3,21,00,000 രൂപ അല്ലെങ്കിൽ അതിൽ കുറച്ചെങ്കിലും നൽകുക എന്നുള്ളൊരു ഓപ്ഷൻ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടാവും. ആ ചർച്ചയിലൂടെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ ദിനേശ് പെരുമണ്ണ സൂചിപ്പിച്ച തന്നെ പാവപ്പെട്ട രോഗികളെ അവരുടെ ഒരു ആശ്രയം കൂടിയാണ്. അവർ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ വഴിയാണ് ഇതിലെ ആശുപത്രികളിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിലെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ഗതികേട് തന്നെയാണ് രേഷ്മ.